രാജ്യത്തെ ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല. CPIMന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെ. CPIMന് അരിവാൾ ചുറ്റിക നക്ഷത്രം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിച്ചതിന് പിറകിലും പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടിയടയാളമാണ് അരിവാളും ചുറ്റികയും. ലോകത്തെ 200-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഔദ്യോഗിക ചിഹ്നമാണിത്. ചിഹ്നത്തിന്റെ ചരിത്രത്തിന് റഷ്യൻ വിപ്ലവത്തോളം പഴക്കമുണ്ട്. 1917 വ്ളാദിമിർ ലെനിനും അനറ്റോളി ലുനാർസിസും ചേർന്ന് വിപ്ലവ വിജയത്തിന്റെ ഒരു ചിഹ്നം രൂപപ്പെടുത്താനുള്ള മത്സരം നടത്തി. മത്സരത്തിൽ വിജയിച്ചത് യേവ്നി ഇവാനോവിച്ച എന്ന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം രൂപം നൽകിയ ഭൂമിയുടെ മുകളിലായുള്ള വാളും ചുറ്റികയും നക്ഷത്രവും അടങ്ങുന്നതായിരുന്നു ആ ചിഹ്നം. അക്രമത്തിന്റെ സന്ദേശം നൽകുമെന്നതിനാൽ വാൾ ഒഴിവാക്കി. പകരം കർഷകരുടെ പ്രതീകമായി അരിവാളിനെ ഉൾപ്പെടുത്തി. ചുറ്റിക ഫാക്ടറി തൊഴിലാളികളെയും നക്ഷത്രം നവോത്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്നു. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അരിവാളും ചുറ്റികയും തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിയടയാളം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അംഗീകരിക്കാനാവില്ല എന്ന കാരണം പറഞ്ഞ് കമ്മീഷൻ ആ ആവശ്യം തള്ളി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാളും കതിരും ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നമായി നൽകി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. അതോടെ ചിഹ്നത്തെ ചൊല്ലി തർക്കമുണ്ടായി. പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ കതിരും CPIക്ക് ലഭിച്ചു. CPIMനാകട്ടെ അരിവാൾ ചുറ്റിക നക്ഷത്രവും ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാർവദേശീയ കൊടിയടയാളത്തോട് ഏറ്റവും സാദൃശ്യമുള്ള ചിഹ്നത്തിന് അന്ന് ലഭിച്ചത് വലിയ സ്വീകാര്യതയായിരുന്നു. ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ പ്രതീകമായി ഈ ചിഹ്നം മാറി. അടിയന്തരാവസ്ഥക്കാലത്ത് ചുമരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചതിന് മർദ്ദനമേറ്റവരും ജയിലിൽ പോയവരും നിരവധിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശമെങ്കിൽ ചിലർക്കിതിനെ ഭയമാണ്. ബ്രസീലിലേക്ക് പോകാം. ബ്രസീൽ പ്രസിഡന്റും ഫാസിസ്റ്റുമായ ബൊൾസനാരോയുടെ മകൻ എഡ്വേർഡോ ബെൻസാരോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ വിദ്വേഷത്തിന്റെ ചിഹ്നമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രസീൽ പാർലമെന്റിൽ ഒരു ബിൽ അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കി 15 വർഷം വരെ തടവ് ശിക്ഷ നൽകണമെന്നതായിരുന്നു എഡ്വേർഡോയുടെ ആവശ്യം. ഫാസിസത്തിന് ഈ അടയാളത്തെ ഭയമാണ്. ലോകം മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വൻ സ്വീകാര്യത ലഭിക്കുന്ന കാലത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ചിഹ്നം ലോകത്തെ കീഴടക്കാം.